രാജകുമാരൻ്റെ തിരിച്ചുവരവ് അത് രാജകീയം തന്നെ ആയിരിക്കണം. യെസ്, ശുഭ്മാൻ ഗിൽ ഈസ് ബാക്ക്. ശുഭ്മാൻ ഗിൽ ഈസ് ബാക്ക് എമംഗ് റൺസ്. അതെ, എന്തുകൊണ്ടാണ് ശുഭ്മാൻ ഗില്ലിനെ നമ്മൾ BCCI അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ചെയ്തത്? അദ്ദേഹം പരിക്ക് മാറി തിരിച്ചു വരുന്നിടം വരെ എന്തുകൊണ്ടാണ് ടീം സെലക്ഷൻ വരെ ഡിലേ ചെയ്യിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ആൻസറാണ് കഴിഞ്ഞ ദിവസം നടന്ന തേർഡ് T20 ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയുടെ ആൻസർ. ഒരു T20യിൽ ഒരു ഇന്നിങ്സ് ആങ്കർ ചെയ്ത് 28 ബോളിൽ 28 റൺസ് എടുത്ത് അദ്ദേഹം ആ ഇന്നിങ്സിനെ വളരെ നന്നായി ആങ്കർ ചെയ്തു. മറുവശത്താകെ അഭിഷേക് ശർമ്മ അൺഓർത്തഡോക്സ് ഷോട്ടുകൾ കളിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ വളരെ കൃത്യമായി പ്ലാനോടെ വളരെ കൃത്യമായി വിജയിക്കാൻ എന്താണോ ഇന്ത്യക്ക് വേണ്ടത് ആ രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും പ്രഷറായുള്ള സിറ്റുവേഷനിൽ കാരണം ODIയോ ടെസ്റ്റ് പോലെയുള്ള ഒരു ഷോർട്ട് ഫോർമാറ്റ് അല്ല T20. ആ T20യിൽ 28 ബോളിൽ 28 റൺ എടുക്കുക എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റാണ് ശുഭ്മാൻ ഗില്ലിൽ നമുക്ക് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, ശരിയാണ്, സഞ്ജു സാംസൺ കുറച്ച് 3 സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജു സാംസൺ കളിക്കുന്നതിന് മുമ്പും ശുഭ്മാൻ ഗിൽ കളിക്കുന്നുണ്ടായിരുന്നു ടീമിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നിങ്ങളെ ഏരിയയിൽ നിങ്ങളൊരു ടീം വെച്ചിട്ട് നിങ്ങൾ ഒരു പിച്ചൊക്കെ റെഡിയാക്കി നിങ്ങൾ കളിക്കുകയാണ്. അതിനിടയിൽ ഒരാൾക്കൊരു പരിക്ക് പറ്റി ഒരു പനിയൊക്കെ വന്നിട്ട് ഒരാഴ്ച മാറിയുന്നു എന്ന് വെച്ച് അതിന് പകരം വന്ന അയാൾ തിരിച്ചു വരുമ്പം പകരം വന്ന ആരാളാണോ നിങ്ങൾ കളിപ്പിക്കുക? അത് ഇവിടുത്തെ ന്യായമാണ്. അത് തന്നെയാണ് BCCയും ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജു കളിച്ചിട്ടുണ്ട്, പക്ഷേ സഞ്ജു കളിക്കുന്നതിന് മുമ്പും ശ്രീലങ്ക സീരീസിലൊക്കെ ശുഭ്മാൻ ഗിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വികാരം ടീമിൻ്റെ വികാരം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഇന്ത്യ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇതിന് മുമ്പ് 2019 വേൾഡ് കപ്പിൽ നല്ലാണ്ട് കളിച്ചുകൊണ്ടിരുന്ന അമ്പാട്ട് റൈഡിനെ മാറ്റിയിട്ട് 3 ഡൈമെൻഷണൽ പ്ലെയർ ആയിട്ടുള്ള വിജയ് ശങ്കറെ കൊണ്ടുവന്നിരുന്നു. ഓൾ ഓവർ ആ വേൾഡ് കപ്പിൽ അതേ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം വേൾഡ് കപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് BCCI അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചെയ്യുന്ന ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സഞ്ജു എന്ന് മുറ വിളിക്കാതെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക. ശുഭ്മാൻ ഗിൽ തിരിച്ചു വരും, ഇനിയും ശക്തമായി തിരിച്ചു വരും. ടീമിലെ സ്ഥാനം ഉറപ്പിച്ചതാണ്, ഒന്നുകൂടി അരക്കെട്ട് കെട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കണ്ടിരുന്ന് കാണാം.